എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 29-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ. സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധനമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവില കൂടി. രാവിലെ ഗ്രാമിന് 295 രൂപ കൂടി 15,140 രൂപയും പവന് 2,360 രൂപ കൂടി 1,21,120 രൂപയുമായ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 175 രൂപ കൂടി 15,315 രൂപയും പവന് 1,400 രൂപ കൂടി 1,22,520 രൂപയിലും എത്തി. സ്വർണ്ണവില കൂടിയതോടുകൂടി രാജ്യത്ത് ജ്വല്ലറികൾ സ്വർണം വാങ്ങുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ 6ാം ബജറ്റ് നാളെ നടക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നികുതി വർധനവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇരുട്ടടിയാവുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഈ പ്രാവശ്യം ഉണ്ടാകില്ല. അതിന് കാരണം നിയമസഭാ ഇലക്ഷൻ 2 മാസം കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ തവണ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് LDF മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 2,500 ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് എത്തിക്കുമെന്ന്. 900 രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് വർദ്ധിപ്പിച്ചെത്തിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് 400 രൂപ കൂട്ടിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 3 മാസം ആ 2,000 രൂപയാണ് വിതരണം ചെയ്തത്. അത് കഴിഞ്ഞ് ഇനി ഒരു 500 രൂപയുടെ വിതരണം, ഇനി 500 രൂപ കൂടി പറഞ്ഞത് പ്രകാരം വർദ്ധിക്കേണ്ടതുണ്ട്. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ബജറ്റിന് കാത്തിരിക്കാം. നാളെയാണ് ആ ഒരു പ്രഖ്യാപനം നമ്മൾ കാത്തിരിക്കുന്നത്. അതുപോലെ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും 1 മാസത്തെ പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ഇനി ജനുവരിയിൽ അത് ഉണ്ടാകും എന്നുള്ള അറിയിപ്പില്ല. ഈ ഫെബ്രുവരിയിൽ അത് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനവും നാളെ ധനമന്ത്രിയുടെ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1-2 മാസം നിയമസഭാ ഇലക്ഷന് മുമ്പ് അത് നൽകിയിട്ടില്ല എങ്കിൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും. തന്നെ ഫെബ്രുവരിയിൽ എന്തായാലും അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇതോടൊപ്പം തന്നെയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചത്. 10,000-ഓളം ആളുകൾക്ക് അതിന്റെ വിതരണം ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റ് മുഖേനയാണ് ആ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള യുവതി യുവാക്കൾക്ക്, +2 കഴിഞ്ഞിട്ടുള്ള, +2 പാസ്സായിട്ടുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. +2 ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സുകൾ കഴിഞ്ഞ് മറ്റ് മത്സര പരീക്ഷകളിലേക്ക് ഏർപ്പെടുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ മറ്റ് നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്കും ഈ ഒരു സഹായം 1 വർഷം ലഭിക്കും. മാസം 1,000 രൂപയാണ് ലഭിക്കുക. അപ്പൊ അതിന്റെ വിതരണം ഇപ്പോൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചിട്ടില്ല. ഉടനെ അതുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നാളത്തെ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റെന്തൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് കമന്റുകൾ കാണാനിടയായി പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുള്ളത്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ലഭിച്ചിട്ടുണ്ടാകില്ല, അത് സ്വാഭാവികമാണ്. എപ്പോൾ വിതരണം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2,000 രൂപ ക്രെഡിറ്റ് ആവുന്നതാണ്. 8 ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത്. അതായത് 300, 200, 500 കുറവുള്ള ആളുകൾ ഉണ്ടാകും. അത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് അത് നൽകുന്നത്. അതിനുവേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അത് നേരിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് 1,700, 1,800, 1,500 എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നത്. ബാക്കിയുള്ള തുക ഒരാഴ്ചക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ മാസം മുൻകൂറായി സംസ്ഥാന സർക്കാർ ഈ ഒരു തുക അനുവദിച്ചിട്ടും കേന്ദ്ര സർക്കാർ അതിൽ ഡിലേ വരുത്തിയിരുന്നു. 2 ആഴ്ചത്തോളം താമസിച്ചാണ് ആ ഒരു തുക ലഭിച്ചത്. ഈ ഒരു തുക മാസങ്ങളായിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ, അതായത് പിന്നീട് ആ ഒരു തുക 300, 200, 500 അക്കൗണ്ടിലേക്ക് കയറാത്ത ആളുകളുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ ആധാറിന്റെ കോപ്പി നൽകിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യണം. അത് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ, മുനിസിപ്പാലിറ്റി പെൻഷൻ വിഭാഗത്തിലാണ് ആ കാര്യം അന്വേഷിക്കേണ്ടത്, ചെയ്യേണ്ടത്. ആധാറിന്റെ പുതിയൊരു കോപ്പി നൽകേണ്ടി വരും. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി കയ്യിൽ വിതരണമാണ്. കയ്യിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് ട്രഷറി മുഖാന്തരം പണം
സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തും. നാളെ തുക ലഭിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. A4 ഷീറ്റിൽ 6 ആളുടെ പെൻഷൻ ലിസ്റ്റ് ഉണ്ടാകും. അത് കട്ട് ചെയ്ത് അതിലേക്ക് 2000 രൂപ കൂടി ചേർത്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വിതരണം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകും. എന്തായാലും 29-ാം തീയതി 30-ാം തീയതിയൊക്കെ ആയിട്ട് ഈ ഒരു തുക വിതരണം ആരംഭിക്കുകയും 5-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം നേരത്തെ ഒരു ആഴ്ച മുമ്പ് വിതരണം ചെയ്തിരുന്നു. കുടിശ്ശിക അവിടെ കിടക്കുകയാണ് എങ്കിലും ഓരോ മാസത്തേത് അങ്ങനെ കൊടുത്തു പോവുകയാണ്. അവർക്ക് 1600 മാത്രമാണ് ഉള്ളത്, 400 അവർക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്ക്.